ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് ഷാനവാസ്, നൂറ, അതേപോലെ നെവിൻ, ഇവര് 3 പേരുമാണ് കറക്കം തളിക ടാസ്ക് ചെയ്തത്. 3 പേരും അത്യാവശ്യം ഒരേ സമയത്ത് തന്നെ സാധനം കറക്കി ആ ഒരു പ്രതലം എടുത്തുകൊണ്ട് അപ്പുറത്ത് വെച്ച് പസില് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആദ്യം പസില് സോൾവ് ചെയ്തത് നൂറയാണ്. നൂറ പെട്ടെന്ന് തന്നെ പസില് സോൾവ് ചെയ്ത് ഇറങ്ങിയതുപോലെ എനിക്ക് തോന്നി. അക്ബറും നൂറയും തമ്മിൽ ചെറിയ ടൈം ഡിഫറൻസ് വരാനേ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത്. അത് റിസൾട്ട് വരുമ്പോൾ എന്തായാലും അറിയാം. നൂറ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പസില് സോൾവ് ചെയ്തത് നെവിനാണ് രണ്ടാമതായിട്ട് പസില് സോൾവ് ചെയ്ത് തീർത്തത്. ഷാനവാസ് ആണ് ഏറ്റവും അവസാനം പസില് സോൾവ് ചെയ്ത് ഇറങ്ങിയത്. അപ്പൊ ഇതായിരുന്നു ഈ ഒരു ടാസ്ക്. ഇത് മിക്കവാറും സാബുമാൻ ജയിക്കാനുള്ള ടാസ്ക് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സാബുമാന്, അത് കഴിഞ്ഞ് പിന്നെ അനുമോള്, ഇവർക്ക് രണ്ടുപേർക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് അക്ബർ ആയിരിക്കും. ഇതിങ്ങനെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നൂറ. ഈ ഒരു ഓർഡറിലായിരിക്കും ഈ ടാസ്കിൽ പോയിന്റുകൾ ലഭിക്കാനായിട്ട് പോകുന്നത്. ടൈമിംഗ് വെച്ചിട്ടേ നോക്കാൻ വഴിയുള്ളൂ. കാരണം ഇത് ആ രീതിയിൽ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ്. പസില് സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ബുദ്ധിയുടെ ഭയങ്കരമായ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ നല്ലപോലെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പസിൽ സോൾവിങ് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു പസിൽ തന്നെയാണ് കൊടുത്തത്. ടിക്കറ്റ് ഫിനാലെ എന്ന് എഴുതിയ ആ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അതായിരുന്നു കൊടുത്തത്. നൂറ ഇപ്പൊ പറയുന്നത് കേട്ടിരുന്നു, അതെന്റെ മൈൻഡിലുണ്ടായിരുന്നു, ചെയ്യുന്ന സമയത്ത് എന്റെ മൈൻഡിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത്. അതങ്ങനെ ആരും ശ്രദ്ധിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒരു പോസ്റ്ററാണ്. ലോഞ്ചിന്റെ ഭാഗമായിട്ട് അവര് ഡിസൈൻ ചെയ്തൊരു പോസ്റ്ററാണ്. നല്ല രസമുള്ള പോസ്റ്ററാണ് കേട്ടോ. അതിന്റെ പസിലാണ് എല്ലാവരും ചെയ്തത്. അപ്പൊ ഈ ഒരു പസിൽ തന്നെ നല്ല ടഫായിട്ടുള്ള പസിലായിരുന്നു. ആരാണ് ജയിച്ചതെന്നൊക്കെ കണ്ടറിയാൻ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.